സംസാരത്തിനൊരു സൗന്ദര്യമുണ്ട്, നിശബ്ദതക്ക് വേറൊരു സൗന്ദര്യമുണ്ട്. നിശബ്ദതയുടെ സൗന്ദര്യത്തെ ഏറ്റവും നന്നായി അവതരിപ്പിച്ച ആളായിരുന്നു മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാ എന്ന് പറയാം. ശബ്ദത്തിന് നമ്മളിപ്പോൾ എല്ലാവരും കൂടി നിന്നാണ്ട് ഒച്ചട്ടാൽ ഒരു ശബ്ദം ഒരു രസം ഉണ്ടാവും. അതാണ് പൂരത്തിന്റെ ഒക്കെ രസം. ഒച്ചട്ടാൽ രസം ഉണ്ടാവും. നിശബ്ദതക്ക് ഒരു സൗന്ദര്യമുണ്ട്. ആ നിശബ്ദതയുടെ സൗന്ദര്യത്തെ ഏറ്റവും മനോഹരമായി വരച്ചു കാണിച്ചു. അല്ലെങ്കിലും വർത്താനം പറയുന്നതിനേക്കാൾ പഠിക്കാനുള്ളത് വർത്താനം പറയാതിരിക്കാനാണ് എന്നാണ്. വർത്താനം പറയാൻ പിരാന്തുണ്ടായാലും മതി, പറഞ്ഞുകൊണ്ടേയിരിക്കും. അതേ സമയത്ത് മൗനം വാചാലമാക്കാൻ കഴിയണമെങ്കിൽ അപാരമായ ശക്തിയുള്ളവർക്ക് മാത്രമാണ് സാധ്യമാവുക എന്നതാണ്. മഹാനായ ശംസുൽ ഉലമാ റഹിമഹുല്ലാ പറഞ്ഞു എന്നതിനേക്കാൾ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞില്ല എന്നുള്ളിടത്തിരിക്കുന്നുണ്ട്. ശംസുൽ ഉലമയുടെ ജീവിതത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പഠിക്കണം. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ സാധാരണഗതിയിൽ സംസാരിക്കുന്നില്ല. ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കഴിക്കുമ്പോഴാണ് വീട്ടുകാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം വീണ്ടും ദിക്റിലേക്ക് തന്നെയാണ് മുഴുകുന്നത്. നേരം പുലരുന്നത് വരെ ദാക്കിറാവും. 3 അവസ്ഥയിൽ മാത്രമാണ് ശേഖുനായ കാണാൻ പറ്റുള്ളൂ എന്നാണ്. ഒന്ന് ദാക്കിറായ അവസ്ഥയിൽ കാണാം, രണ്ടാമത്തത് വലിയ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് കാണും, മൂന്നാമത് സഹീഹുൽ ബുഖാരി ദർസ് നടത്തുന്നതായിട്ട് കാണും. ഇതല്ലാത്ത ഒരു സാഹചര്യത്തിൽ കാണാൻ ശ്രമിച്ചാൽ വാതിലടച്ചിട്ടുണ്ടാവും. വാതിലടച്ച് ആ വാതിലിന്റെ വിടവിലൂടെ നോക്കിയാൽ പടിഞ്ഞാറോട്ട് തിരിഞ്ഞിരുന്ന് തസ്ബീഹ് മാല സ്പീഡിൽ മറിച്ചു കൊണ്ടിരിക്കുന്ന ശൈഖുനയെയാണ് യഥാർത്ഥത്തിൽ കാണാൻ പറ്റുക. ഇപ്പൊ 3 കാര്യങ്ങളെ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഒന്ന്, മഹാനായ ശൈഖുനയുടെ പാരമ്പര്യം എന്ന് പറയുന്നത് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിലേക്ക് ചെന്ന് മുട്ടുന്ന ഔലിയാഇന്റെ കുടുംബ പരമ്പരയാണ് എന്ന് പറയാം. 2 ഉസ്താദന്മാരുടെ പാരമ്പര്യം പരിശോധിക്കുമ്പോൾ അതും ഔലിയാക്കളുടെ വളരെ പ്രധാനപ്പെട്ട പാരമ്പര്യത്തിലൂടെയാണ് എന്ന് മനസ്സിലാക്കും. ഇങ്ങനെ എല്ലാ നിലയിലും തികഞ്ഞ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമ എന്നാണ് മഹാനവറുകളെ നമുക്ക് വിലയിരുത്താൻ പറ്റുക. അപ്പൊ ഒരു മനുഷ്യനെ നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം പിതാവിനെ കുറിച്ച് പഠിക്കും, പിന്നെ കൂട്ടുകാരെ കുറിച്ചാണ് രണ്ടാമത് പഠിക്കുക.